ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു സത്യങ്ങളെല്ലാം അറിഞ്ഞെന്നുള്ള സന്തോഷത്തിലാണ് ശാരദാമ്മ. ഭഗവാന്റെ മുന്നില് ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ശാരദാമ്മ. ഭഗവാനെ, ദേവി, ഒടുവിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ വിഷ്ണുമോൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. സ്വന്തം രക്തത്തെ അവൻ ചേർത്ത് പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ ഭഗവാനോട് നന്ദി പറയണേ. അവിടെയാണെങ്കിൽ വിഷ്ണു സത്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് സത്യയെ കെട്ടിപ്പിടിക്കണേ. അച്ഛന്റെയും മോടെയും ഈ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശാലിനി ഇങ്ങനെ നോക്കി നിൽക്ക. അങ്ങനെ അവരവിടെ നല്ല ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി സത്യയോടെല്ലാം പറഞ്ഞൊന്നും അറിയില്ല, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്ക് റവന്യൂ വകുപ്പ് വരിക. അവര് വന്ന് ഫോട്ടോ എടുക്കുന്നു, അളവെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഭാമ വന്നിട്ട് വയ്ക്കും, ആരാ മനസ്സിലായില്ല. അതിലൊരു ഉദ്യോഗസ്ഥൻ പറയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അപ്പോഴേക്ക് രാഘവൻ നായരും അങ്ങോട്ട് വരും. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ അയാള് പറയും 15 ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ജപ്തി നോട്ടീസ് ഭാമയുടെ കയ്യിൽ കൊടുക്കാണ്. ഇത് വായിക്കുന്നതും ഇയാളെ ഇങ്ങനെ പറയുന്നതും കേട്ട് ഞെട്ടെല്ലാം നിൽക്കാണ് സത്യഭാമ. ഭാമ മാത്രല്ല, രാഘവേട്ടനും പിള്ളച്ചേട്ടനും ഒക്കെ ഇങ്ങനെ ഞെട്ടിലോടെ നിൽക്കുന്നതാണ് ഈ പ്രമോല് കാണിക്കുന്നത്. അങ്ങനെ ഭാമയുടെ ഒരു തണ്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ടല്ല, നട്ടെല്ലാം നോക്കി തന്നെ കിട്ടിയെന്ന് പറയണം. അപ്പോ ഇതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് ഈവനിങ് കാണാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്